മിശിഹായിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുട്ടികളെ, സ്ലിഹാകാലം 7-ാം ആഴ്ചയിലേക്ക് തിരുസഭ പ്രവേശിച്ചിരിക്കുകയാണ്. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ അത്ര കണ്ട് പരിചയപ്പെടാത്ത, എന്നാൽ നിർബന്ധമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, ആഴത്തിൽ പഠിച്ച് ഉജ്ജ്വലിപ്പിക്കേണ്ടതുമായ പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള ചിന്തകളാണ് ഈശോയുടെ ബിലവഡ് ഡിസൈപ്പിളായ യോഹന്നാൻ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. പരിശുദ്ധാത്മാവിനെ പറ്റി നിങ്ങൾക്ക് ആരാണ് ആദ്യം പറഞ്ഞു തന്നത് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ പള്ളിയിലെ വികാരി അച്ഛനാണെന്നും കന്യാസ്ത്രീ അമ്മയാണെന്നുമുള്ള പഴക്കം ചെന്ന തഴമ്പിച്ച ഉത്തരങ്ങൾ ഇനി പറയാൻ നിൽക്കരുത്. കാരണം ഈ ലോകത്തിന് പരിശുദ്ധാത്മാവിനെ ആദ്യമായി പരിചയപ്പെടുത്തി കൊടുത്തത്, പരിശുദ്ധാത്മാവിനെ പറ്റി ഈ ലോകത്തിന് പങ്കുവെച്ചു കൊടുത്തത് ഈശോയാണ്. ഞാൻ പോയി കഴിയുമ്പോൾ മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് നൽകുമെന്ന് വാഗ്ദാനം ചെയ്തത് ഈശോയാണ്. പരിശുദ്ധാത്മാവിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് ഈശോയാണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ പരിശുദ്ധ ത്രിത്വത്തിൽ ഏറ്റവും കൂടുതൽ പ്രതീകാത്മക വിശേഷണങ്ങളുള്ളത് പരിശുദ്ധാത്മാവിനാണ്. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആദ്യ താളുകൾ മുതൽ തന്നെ നമ്മൾ ആത്മാവിനെ കാണുന്നുണ്ട്. ആഴത്തിന് മുകളിൽ ദൈവത്തിൻ്റെ ചൈതന്യം നിഴലിച്ചിരുന്നുവെന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിച്ചു തുടങ്ങുകയാണ്. അങ്ങനെ ചരിത്രാതീത കാലം മുതൽ പ്രതീകങ്ങളിലൂടെ പരിശുദ്ധാത്മാവിനെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. ജലം, കാറ്റ്, അഗ്നി, പ്രാവ്, ഇങ്ങനെ നിരവധി പ്രതീകങ്ങളിലൂടെ പരിശുദ്ധാത്മാവിനെ നമ്മൾ സഭയിൽ കണ്ടുമുട്ടുന്നു. ഇതിനിടയിലുണ്ടായ ഒരു ആത്മീയ അപകടം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രതീകങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവിന് ഒരു വ്യക്തി എന്നുള്ളതിനേക്കാളും അപ്പുറത്ത് ഒരു വസ്തുവായി നമ്മൾ കണ്ടു തുടങ്ങി എന്നുള്ളതാണ്. അതൊരാത്മീയ അപകടമായിരുന്നു. ഇവിടെയാണ് യോഹന്നാൻ സുവിശേഷകന്റെ രചനാ വൈഭവം വെളിപ്പെട്ട് കിട്ടുന്നത്. ഇവിടെയാണ് യോഹന്നാൻ സുവിശേഷത്തിന്റെ കൗതുകം നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. യോഹന്നാൻ സുവിശേഷകൻ പ്രതീകങ്ങളിലൂടെ പരിശുദ്ധാത്മാവിനെ അവതരിപ്പിച്ച് അതിൻ്റെ ഒടുക്കം പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് എന്ന് സ്ഥാപിക്കുകയാണ്. ആത്മാവ് ഒരു വ്യക്തിയാണ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് വ്യക്തിക്ക് മാത്രം സാധ്യമാവുന്നതും വസ്തുക്കൾക്ക് സാധ്യമല്ലാത്തതുമായ എന്തോ ഒരു വിശേഷണം ആത്മാവിന് ഉണ്ട് എന്നല്ലേ? വ്യക്തികൾക്ക് മാത്രം സാധ്യമാവുന്നതാണല്ലോ പരസ്പര ബന്ധത്തിലേക്കും സ്നേഹത്തിലേക്കും പ്രവേശിക്കുക എന്നുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് എന്ന് യോഹന്നാൻ സുവിശേഷകൻ രേഖപ്പെടുത്തുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം ഇതാണ്: നമ്മളുമായിട്ടുള്ള വളരെ വലിയ ആഴത്തിലുള്ള സ്നേഹബന്ധത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് പരിശുദ്ധാത്മാവിന് സാധിക്കുന്നു എന്നുള്ളതാണ്. 14-ാം അധ്യായം 16-ാമത്തെ തിരുവചനം ഇപ്രകാരമാണ്: മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് ഞാൻ നൽകും. പാരാക്ലേത്തോസ്, സഹായകൻ എന്നുള്ളതിന് ഉപയോഗിക്കുന്ന പദം അതാണ്. ഗ്രീക്ക് റോമൻ കോടതി മുറികളിലെ വ്യവഹാര ഭാഷയായിരുന്നു പാരാക്ലേത്തോസ്. കോടതി മുറികളിൽ ആരോപണ വിധേയനായി നിൽക്കുന്ന വ്യക്തിക്ക് വേണ്ടി വാദിക്കുന്നതും വക്കാലത്ത് നടത്തുന്നതും ആ വ്യക്തിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതുമൊക്കെ ഈ പറയുന്ന സഹായകനാണ്. ആരോപണ വിധേയനായി കോടതി മുറിയിൽ നിൽക്കുന്ന ഈ മനുഷ്യന്റെ ഉറ്റ സ്നേഹിതനാണ് പാരാക്ലേത്തോസ്. ഒരുപക്ഷെ പാരാക്ലേത്തോസ്, സഹായകൻ എന്ന പദം കൊണ്ട് പരിശുദ്ധാത്മാവിനെ യോഹന്നാൻ സുവിശേഷകന് രേഖപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട വസ്തുത, നമുക്ക് വേണ്ടി വാദിക്കുന്ന, നമ്മളെ നിരന്തരം സംരക്ഷിക്കുവാൻ ശ്രമിക്കുന്ന നമ്മുടെ ഉറ്റ സ്നേഹിതനായി പരിശുദ്ധാത്മാവ് മാറുന്നു എന്നുള്ളതാണ്. ദൈവം കൂടെ നടക്കുന്ന ഈ പറുദീസായിലെ സായാഹ്നങ്ങൾ പോലെ നമ്മുടെ കൂടെ സഹയാത്രികനായും സന്തത സഹചാരിയായും നമുക്ക് വേണ്ടി സംസാരിക്കുന്ന, നമുക്ക് വേണ്ടി വാദിക്കുന്ന, നമുക്ക് വേണ്ടി പോരാടുന്ന ഒരു സഹയാത്രികനായി, സന്തത സഹചാരിയായി പരിശുദ്ധാത്മാവെന്ന വ്യക്തി മാറുന്നു. ഇതാണ് പുതിയ നിയമം, ന്യൂ ടെസ്റ്റമെന്റ്. മിശിഹ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.